പൂച്ചാക്കലിലെ ഗേൾസ് ഹോമിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ ഒരാളെ കണ്ടെത്തി. സൂര്യ അനിൽകുമാറിനെ ഹരിപ്പാട് നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇനി ശിവകാമിയാണ് കണ്ടെത്താനുള്ളത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, മറ്റേ കുട്ടിയുടെ ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? എവിടെ നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്? എവിടെ നിന്നാണ് സൂര്യ? അപർണ, ഒരു കുട്ടിയെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഹരിപ്പാട് സ്വദേശിയായ പെൺകുട്ടിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. സൂര്യ എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ പൂച്ചക്കൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവര് കഴിഞ്ഞ ദിവസം ചിൽഡ്രൻസ് ഹോമിൽ നിന്നും ചാടി പോവുകയായിരുന്നു കുട്ടികൾ. അതിനുശേഷം ഇവർ ഹരിപ്പാട് വീട്ടിലെത്തിയിട്ടുള്ള എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു. വീട്ടിലെത്തി അമ്മയുടെ ഇരുചക്ര വാഹനം ഇവർ കൈക്കലാക്കി എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ ഇരുചക്ര വാഹനം ഇവർ എടുത്തു. ഒപ്പം തന്നെ വീട്ടിൽ നിന്നും 10,000 രൂപയും എടുത്തിട്ടുണ്ടെന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നു. തുടർന്ന് ഈ കുട്ടികൾ ഹരിപ്പാട് നിന്നും മാരാരിക്കുളത്തെത്തി അവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ എത്തുകയും അവിടെ ഹെയർ കളർ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. ഒരാള് മുടി വെട്ടി രൂപം മാറ്റി. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇതിൽ ഒരു കുട്ടി തിരികെ പോകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അത്തരത്തിൽ അങ്ങനെയാണ് സൂര്യ തിരിച്ച് പോലീസിന്റെ പിടിയിലേക്ക് എത്തുന്നത്. മറ്റു കുട്ടി ശിവകാമിയെ സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പോലീസിൽ ലഭ്യമായിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പൂച്ചക്കൽ CS സുബ്രഹ്മണ്യം വ്യക്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിലേക്ക് ഈ കുട്ടി പോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇവര് ലഭിച്ച സൂര്യയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം ശിവകാമിയുടെ താല്പര്യപ്രകാരമാണ് 2 പേരും ഇത്തരത്തിൽ ഗേൾസ് ഹോമിൽ നിന്ന് പോകാനായി തീരുമാനമെടുത്തത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അവർക്ക് അവിടുത്തെ ഒരു ജീവിത സാഹചര്യം മടുത്തു, അതുകൊണ്ട് പോകാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ കുട്ടികൾ പോയിട്ടുള്ളത്. ഒപ്പം തന്നെ പിന്നീട് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ സൂര്യക്ക് തിരികെ പോകണമെന്ന് തോന്നി. അങ്ങനെ മടങ്ങിപ്പോരാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസിന്റെ കയ്യിലേക്ക് ഈ കുട്ടി എത്തുന്നത്. മറ്റേ 16 വയസ്സുകാരിയായ ശിവകാമിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ആ കുട്ടി മുടിയുടെ നിറമടക്കം മാറ്റിയതിനു ശേഷമാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് എന്നുള്ളതും ബ്യൂട്ടി പാർലറിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അപർണ. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ. അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് കന്നഡ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ ബാനു മുഷ്താഖിന് ഹാർട്ട്ലാം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം. 1990നും 2023നും ഇടയിൽ കന്നഡയിൽ എഴുതിയ കഥകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് ദീപ ബസ്തിയാണ്. ദക്ഷിണേന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ ദൈനംദിന ജീവിതം പറയുന്ന സമാഹാരമാണ് ഹാർട്ട്ലാമ്പ്. പുരസ്കാര തുകയായ 55 ലക്ഷം രൂപ എഴുത്തുകാരിയും പരിഭാഷകയും പങ്കിടും.